IPL-മായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട 3 അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് മുഹമ്മദ് ഷമിയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ IPL സീസണിൽ ഹൈദരാബാദ് ടീമിന്റെ താരമായിരുന്നു മുഹമ്മദ് ഷമി. എന്നാൽ മികച്ച പ്രകടനം താരത്തിന് പരിക്കിന് ശേഷം ക്രിക്കറ്റ് കളിക്കാൻ മടങ്ങി വന്നതിന് ശേഷം മികച്ച പ്രകടനം താരത്തിന് പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ മുഹമ്മദ് ഷമിയെ ഹൈദരാബാദ് റിലീസ് ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണപ്പെടുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഫെരേരയുമായി ബന്ധപ്പെട്ടതാണ്. ഡൽഹിയിൽ നിന്നും ഫെരേരയെ ട്രേഡിംഗ് വഴി ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിന് ട്രേഡിംഗ് വഴി സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള ന്യൂസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഫെരേരയെ ഡൽഹി മാനേജ്മെന്റ് വിട്ടുകൊടുക്കില്ല, ഈ ഓഫർ നിരസിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഫെരേരയാവട്ടെ SA T20യിലൊക്കെ വളരെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടിരുന്നത്. ചെന്നൈ മാത്രമല്ല ഫെരേരയെ സ്വന്തമാക്കാൻ വേണ്ടി ട്രേഡിംഗ് വഴി സ്വന്തമാക്കാൻ രംഗത്തെത്തിയത്. RCBയും കൊൽക്കത്തയും നേരത്തെ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഈ ഓഫറൊക്കെ ഡൽഹി മാനേജ്മെന്റ് നിരസിക്കുകയായിരുന്നു. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു സാംസണ് ട്രേഡിംഗ് വഴി സ്വന്തമാക്കാൻ CSKക്ക് താല്പര്യമുണ്ട് എന്ന ന്യൂസ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സഞ്ജു സാംസണ് താല്പര്യം പ്രകടിപ്പിച്ച് കൊൽക്കത്ത ടീമും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാന് മുമ്പിൽ ട്രേഡിംഗിന് വെച്ച ഓഫർ ആവട്ടെ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് തള്ളിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പകരം കൊൽക്കത്തയിൽ നിന്നും വെങ്കടേഷ് അയ്യറിനെ രാജസ്ഥാൻ നൽകി സഞ്ജു സാംസൺ കൊൽക്കത്തയ്ക്ക് വിട്ടുതരണം എന്നുള്ള ഓഫർ ആയിരുന്നു കൊൽക്കത്ത മാനേജ്മെന്റ് രാജസ്ഥാൻ റോയൽസിന്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ഓഫർ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് നിഷേധിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ സഞ്ജു സാംസനെ രാജസ്ഥാൻ റോയൽസ് ട്രേഡിംഗ് വഴി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല എന്നുള്ളതാണ്.